ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिधि नामिने। नमस्ते सारस्वते देव गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रधासुदम् सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। पीताम्बरं करविराजितं शङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वन्दे नन्दव्रजस्त्रीणां पादरेणुमभीक्षणां व्यासान् हरिकथोद्गीतं पुनातु भुवनत्रयम्। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवदत्युत्तमश्लोके भक्तिर्भवति नैष्टिके। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवम् श्रीचैतन्यमीश्वरम्। श्रीमद्भागवतम प्रथम स्कंदम अध्यायम 5 श्लोकम 9। यदा धर्मादयश्चार्धा मुनिवर्यानुकीर्तिता न तथा वासुदेवस्य महिमा ह्य अनुवर्णिता। Please repeat. यदा धर्मादयश्चार्धा यथा धर्मादयश्चार्था कीर्तिता वासुदेवस्य अनुवर्णिता। धर्मादयश्चार्था कीर्तिता
यथा धर्मादयश्चार्थामुनिवर्यानुकीर्तिता तथा वासुदेवस्य महिमा ह्यनुवर्णिता यथा वासुदेवस्य महिमा ह्यनुवर्णितः तथा धर्मादयश्चार्था मुनिवर्यानुकीर्तिता धर्मादयश्चार्था मुनिवर्यानुकीर्तिताः तथा वासुदेव महिमा ह्यनुवर्णिता तदा वासुदेवस्य महिमा ह्यनुवर्णितः मुनिवार्यान् യഥാ അത്രത്തോളം ധർമ്മ ആദയ എല്ലാവിധ 4 ധർമ്മശീലങ്ങളും അർത്ഥ ഉദ്ദേശങ്ങൾ മുനി വഴിയ താങ്കളാൽ സ്വയം ശ്രേഷ്ഠമുനി അനുകീർത്തിത ആവർത്തിച്ച് വിശദമാക്കി അല്ല തഥാ അவ்விதം വാസുദേവസ്യ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ മഹാത്മ്യങ്ങൾ ഹി നിശ്ചയമായും അനുവർണിത ആകയാൽ നിരന്തരം വർണ്ണിച്ചു. അർത്ഥം യഥാ ധർമാദയശ്ചാർഥാ മുനിവർയാനുകീർത്തിതാ ന തഥാ വാസുദേവസ്യ മഹിമാ ह्यनुवर्णिത. മതപരമായ അനുഷ്ഠാനങ്ങളിൽ ആരംഭിക്കുന്ന 4 തത്വങ്ങൾ സവിസ്തരമായി താങ്കൾ വിശദീകരിച്ചു. എങ്കിലും മഹാഭാരതത്തിനെ കുറിച്ച് പറയാണ്, വ്യാസദേവനോട് നാരദ ഋഷി പറയാണ്, എങ്കിലും ശ്രേഷ്ഠ ഋഷിയായ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ല. ഇവിടെ ഈ ശ്ലോകത്തില് സ്പഷ്ടമായിട്ട് തന്നെ പറയുന്നു ഈശ്വരൻ ആര് എന്നുള്ളത്. അപ്പോ തഥാ വാസുദേവസ്യ എന്നാ പറയണം അല്ലെ, ബാക്കിയെല്ലാം എഴുതി. എന്നാൽ ശിവസ്യ എന്നല്ല, പിന്നെയോ ശ്രീ വിഷ്ണുസ്യ എന്നല്ല, ശ്രീ നാരായണസ്യ മഹിമാനുവർണിത എന്നല്ല അല്ലെ. അപ്പൊ ഇവിടെ മഹാഭാരതത്തില് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു തെറ്റെന്താണെന്ന് നാരദമുനി പറഞ്ഞു കൊടുക്കുന്നു. തഥാ വാസുദേവസ്യ മഹിമ, വാസുദേവസ്യ മഹിമാക്ക് അനുവർണിത, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞില്ല. പിന്നെ എന്താ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത്? യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യ അനുകീർത്തിത. അനുകീർത്തിത എന്ന് പറയുമ്പോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? യഥാ ധർമാദയശ്ചാർത്ഥ. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അല്ലെ. ഇവിടെ നേരത്തെ തന്നെ വിഷ്ണു പുരാണത്തിൽ വിഷ്ണു ഉണ്ട് അല്ലെ, നാരായണനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ഇതെല്ലാം പറയുന്നുണ്ട്. എങ്കിലും വാസുദേവൻ, അതാ ഭാഗവതത്തിന്റെ പ്രത്യേകത. ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താണ്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. വിഷ്ണു അല്ല, നാരായണനല്ല, രാമനല്ല, പിന്നെയോ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പലരും ശ്രീകൃഷ്ണ ഭഗവാനെ വിഷ്ണുവിന്റെ അവതാരത്തിൽ ഒരു അവതാരമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവതാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. ആ വിഷ്ണു പോലും ഭഗവാന്റെ പുരുഷാവതാരാണ് എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 ആചാര്യന്മാരില് ശ്രീ രാമാനുജാചാര്യൻ അദ്ദേഹത്തിന്റെ ശ്രീഭാഷ്യത്തില് എക്സ്പ്ലെയിൻ ചെയ്യാനായി ഭാഗവതം തൊട്ടിട്ടേ ഇല്ല. ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരും ഭാഗവതം കണക്ട് ചെയ്ത് ഒടുവിൽ മധ്വാചാര്യനാണ് പൂർണ്ണമായും ഭാഗവതം കണക്ട് ചെയ്തത്. കാരണം ഭാഗവതം തൊട്ട് കഴിഞ്ഞാൽ കൃഷ്ണൻ സുപ്രീമാണെന്ന് അംഗീകരിക്കേണ്ടി വരും അല്ലെ. ഇവിടെ രാമാനുജാചാര്യൻ ശേഷൻ തന്നെയാണ്. ശേഷന് വിഷ്ണുവുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് അറിയുന്ന ആളെ കുറിച്ചല്ലേ അറിയാം എന്താ പറയാ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ഗോലോകത്തിൽ പോകാൻ അവിടുന്ന് ഒരു ടിക്കറ്റ് കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ വൈകുണ്ഠത്തിൽ എവിടെ പോയാലും അത് വൈകുണ്ഠമാണ്. ഇപ്പൊ വൈകുണ്ഠത്തിൽ പോയിട്ട് അവർക്ക് അത് മതി അല്ലെ, ഹനുമാന് രാമൻ മതി അല്ലെ, അതിനപ്പുറം വേണ്ട.
രാമനപ്പുറം അവര് ചിന്തിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അവര് വേണ്ടെന്നല്ല, അവര് അതിൽ തൃപ്തിയാണ്, കാരണം അത് വൈകുണ്ഠമാണ്. അതേമാതിരിയാണ് ഇവിടെ രാമാനുജാചാര്യര് പ്രത്യേകിച്ച് ശ്രീഭാഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഭാഗവതമേ തൊട്ടില്ല. ഭാഗവതം തൊട്ടാൽ വാസുദേവസ്യ, അല്ലെ, വാസുദേവനായ കൃഷ്ണൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ രണ്ടു തരം ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അപരാധർമ്മം, പരാധർമ്മം. അപ്പൊ ഇവിടെ പറയുന്നു അപരാധർമ്മത്തിന് റിപ്പീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു, അനുവർണിത, പിന്നെയും പിന്നെയും ധർമ്മം 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 കാമം മോക്ഷം ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കുകയാണ്. പുരാണങ്ങളിൽ മാത്രമല്ല, പിന്നെയോ മഹാഭാരതത്തിൽ ഉൾപ്പെടെ അപരധർമ്മം എന്നാണ് പറയുന്നത്. ഇവിടെ ആരുടെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു, വാസുദേവസ്യ മഹിമാഖ്യ അനുവർണിത. വാസുദേവൻ എന്ന് പറയുന്നത് വിഷ്ണു അല്ല. വിഷ്ണു ആയിരുന്നെങ്കിൽ ശ്രീ വിഷ്ണു ദേവസ്യ എന്ന് വന്നേന, അല്ലേ? അതേമാതിരി നാരായണൻ ആയിരുന്നെങ്കിൽ ശ്രീ നാരായണസ്യ മഹിമാഖ്യ അനുവർണിത എന്ന് വന്ന. പക്ഷേ ഇവിടെ തെറ്റുപറ്റിയത് എന്താണ്? വാസുദേവസ്യ മഹിമാഖ്യ അനുവർണിത. വാസുദേവൻ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് വസുദേവ. ആരാണത്? കൃഷ്ണ, വേറെ ആരുമല്ല. അത് തന്നെയാണ് മഹാദേവനും പറയുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ. ആരാണ്? ഏകോ ദേവോ ദേവകീപുത്ര ഏവ. അത് നാരായണൻ എന്നല്ല, വിഷ്ണു എന്നല്ല, പിന്നെയോ ദേവകീപുത്ര ഏവ. ദേവകി പുത്രനാണ് എന്ന് പറയുന്നു, ശങ്കരൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അത് വളരെ ഗൗരവമായി എടുക്കണം. ഭഗവാൻ അവതാരമല്ല, അവതാരങ്ങളുടെ എല്ലാം ഉത്ഭവസ്ഥാനമാണ് ഭഗവാൻ കൃഷ്ണൻ. ആ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് നാരായണനും ബലരാമനും വിഷ്ണുവും ഒക്കെ വരണ്ടായി. അവരൊക്കെ ഭഗവാനോളം തന്നെ മഹിമയുള്ള ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിത്ത് ഡ്യൂട്ടീസ്. ഭഗവാൻ വിത്ത് ഡ്യൂട്ടീസ്. അതാണ് നാരായണനും വിഷ്ണുവും ഒക്കെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല. അതുകൊണ്ട് ഡ്യൂട്ടിയെ ഇല്ലാതാക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ. വിട്ടേരെ, ഡ്യൂട്ടി ഒന്നും ഇനി ചെയ്യണ്ട, അല്ലെ? അർജുനനോട് പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാം വിട്ടേരെ എന്നാണ്. സർവ സ്വതന്ത്രനാണ് ഭഗവാൻ. എന്നാൽ വിഷ്ണു നാരായണൻ ആരും സ്വതന്ത്രരല്ല. ആത്മീയമായിട്ട് ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. ഭൗതികമായിട്ട് അവർ പരിപൂർണമായും സ്വതന്ത്രരാണ്. ഭൗതികത്തിന് മേലെയാണ് അവര്, അതീന്ദ്രിയമാണ്. ഭഗവാൻ തന്നെയാണ്. ഒരല്പ വ്യത്യാസം അത്രേ ഉള്ളൂ, അല്ലെ? കൃഷ്ണൻ ഇപ്പൊ ഒരു ജഡ്ജി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഒരു മുണ്ടൊക്കെ എടുത്തിരിക്കും. അതേ ജഡ്ജ് കോടതിയിൽ എങ്ങനെ പോകുമ്പോഴാ കയ്യിൽ ചുറ്റിയുണ്ടാവും, അല്ലെ? ഗൗൺ, ബ്ലാക്ക് ഗൗൺ ഉണ്ടാവും, അല്ലെ? ഇങ്ങനെ പേന ഉണ്ടാവും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പരിച്ഛദങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കൃഷ്ണൻ വീട്ടിലിരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും. എന്താ പറയാ, ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഒരു എക്സാമ്പിൾ. അതേസമയം ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വിസ്തരണങ്ങൾക്ക് വേണ്ടി കുറച്ച് പരിച്ഛദങ്ങൾ 4ഉം 5ഉം 10ഉം 20ഉം കൈയൊക്കെ ആയിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ് എങ്കിലും, വ്യത്യാസം ഇല്ല എങ്കിലും എല്ലാം ഒന്നിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്ന് എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? എല്ലാം ഒന്നിൽ നിന്ന് വരുന്നു. അവർ ഫോർമുല ഈസ് ശ്രീകൃഷ്ണ ഈസ് ദ സോഴ്സ് ഓഫ് എവറിത്തിങ്. അതുകൊണ്ടാണ് കൃഷ്ണൻ അടിച്ചു പറയുന്നത് മത്തഃ പരതരം നാന്യാത് കിഞ്ചിതസ്തി ധനം ജയ. അർജുന, എന്നെക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. വിഷ്ണുപുരാണത്തിൽ വിഷ്ണു പറയണില്ല, ശിവപുരാണത്തിൽ ശിവൻ പറയണില്ല. പക്ഷെ കൃഷ്ണൻ വ്യക്തമായിട്ട് പറയുന്നു, എന്നെക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. അഹം ആദിർഹി ദേവാനാം. എല്ലാ ദേവന്മാരുടെ ആദി എന്നിൽ നിന്നാണ് അവരുടെ തുടക്കം. പിന്നെയോ എല്ലാ ഗ്രഹവ്യൂഹങ്ങളും ഞാനാണ് തങ്ങി നിർത്തുന്നത്. ഈ ഒരു സ്കൈയില്
സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എല്ലാവരുടെയും സുഹൃത്തും എല്ലാ ഈശ്വരും ഞാനാണ്, സർവലോക മഹേശ്വരം എല്ലാം ഞാനാണെന്ന് കൃഷ്ണൻ പറയണു. അപ്പൊ നമ്മളത് ഗൗരവമായിട്ട് സ്വീകരിക്കണം. ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചു, പല അവതാരങ്ങളും പറഞ്ഞു. വിഷ്ണു, 3 തരം വിഷ്ണു, പുരുഷാവതാരങ്ങൾ, പല അവതാരങ്ങൾ പഠിച്ചിട്ട് ഒടുവിൽ പറയാണ് ഏതേച്ച അംശകല പുംസ കൃഷ്ണസ്തു ഭഗവാ സ്വയം ചന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏതേച്ച അംശകല പുംസ, ഏതേച്ച അംശകല പുംസ, അംശമോ കലയോ ഒക്കെയാണ് ഇവിടെ പറഞ്ഞ അവതാരങ്ങളൊക്കെ. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, സ്വയം ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിലും പറയുന്നു ശ്രീ ഭഗവാനുവാച. വഴി പോണവർക്കൊന്നും ഭഗവാനുള്ള പേര് നമുക്ക് കൊടുക്കാൻ പാടില്ല. ആരാണ് ഭഗവാൻ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. അത് മഹാദേവനും സ്ഥിരീകരിച്ചു. ഏത് ശ്ലോകത്തിലാ മഹാദേവൻ സ്ഥിരീകരിച്ചത്? ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ എന്നാ പറയുക. ഏകോ ദേവോ ദേവകീപുത്ര ഏവ, ഒരേ ഒരു ദൈവം, അത് ദേവകീപുത്രൻ മാത്രം. ദേവകീപുത്രൻ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ പുത്രൻ. അതാരാണ്? കൃഷ്ണൻ. അതുകൊണ്ട് ഇവിടെ വാസുദേവസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷ്ണനെ തന്നെയാണ് സ്പഷ്ടമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ്. ഒരിക്കലും അത് വിഷ്ണുവാണ്. ഇപ്പൊ ശ്രീ വൈഷ്ണവർ പറയാം അത് വിഷ്ണുവാണ്. അതങ്ങനെ അങ്ങനെ വിഷ്ണു ആണെങ്കിൽ തീർച്ചയായും വിഷ്ണുവിനെ കുറിച്ചേ പറയൂ അല്ലെ. അപ്പൊ അവര് തമ്മിൽ എപ്പോഴും ശൈവവും ആ ഒരു പരമ്പരയും തമ്മിൽ, ഈ ശ്രീ വൈഷ്ണവും തമ്മിൽ മൊത്തം അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. എന്തിനാണ്? അവര് വിഷ്ണുവിന് മേലെ അവര് ചിന്തിക്കില്ല, ശൈവം ശിവന് മേലെ ചിന്തിക്കുകയില്ല. എന്നാൽ നമ്മൾക്ക് ആരുമായിട്ടും സ്പർദ്ധയില്ല. ബ്രഹ്മ മാധ്വ ഗൗഡീയ സമ്പ്രദായത്തില് നമുക്ക് ആരുമായിട്ടും സ്പർദ്ധയില്ല. എല്ലാ പേരിൽ നിന്നും നമ്മൾ എന്താ പറയാ തത്വങ്ങളെല്ലാം എടുത്ത് മധ്വാചാര്യൻ സ്ഥാപിച്ചതാണ് ബ്രഹ്മ മാധ്വ സമ്പ്രദായം അല്ലെ. അപ്പൊ അതിൽ പൂർണ്ണമായിട്ടും കൃഷ്ണനെ കുറിച്ച് പറയുന്നു. ഉടുപ്പി കൃഷ്ണനും മധ്വനുമായിട്ട് വലിയ ബന്ധമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് മധ്വ സമ്പ്രദായത്തിൽ വരുന്ന സമ്പ്രദായം പരിപൂർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ കൃഷ്ണനെ കുറിച്ച് ഫോക്കസ് ചെയ്ത്, ഓഫ്കോഴ്സ് നാരായണനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് എങ്കിലും അത് കഴിഞ്ഞ് വരുന്ന ഗുരുപരമ്പരയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു വഴി വന്നതില് കൃഷ്ണനാണ് ആരാധ്യോ ഭഗവാൻ സാക്ഷാത് വ്രജേശതനയ, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് എടുത്തു പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വ്യാസദേവൻ വിഷ്ണു പുരാണം അതെല്ലാം എഴുതി. വിഷ്ണുവിനെ കുറിച്ചും എഴുതിയിട്ട് തൃപ്തിയായില്ല. ഒടുവിൽ ഭാഗവതം എഴുതിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ നിരാശയൊക്കെ മാറിയുന്നത്. അപ്പൊ ഭാഗവതം എഴുതുവാനുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ നൈമിഷാരണ്യ വനത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നേ. അതിലൊരു ചോദ്യമാണ് ഭാഗവതം എങ്ങനെ കിട്ടി, എഴുതാനുണ്ടായ കാര്യം എന്താണ്, ആരാണ് പ്രചോദനം നൽകിയത്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ശ്ലോകമായിട്ട് നമ്മൾ വരെയാണ്. അപ്പൊ ഇന്ന് പറയുന്നത് വാസുദേവഹ്യമഹിമ, വാസുദേവന്റെ മഹിമയെ നീ റിപ്പീറ്റ് ചെയ്ത് വർണ്ണിച്ചില്ല. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് വർണ്ണിച്ചത് എന്താണ്? എന്താ റിപ്പീറ്റ് ചെയ്ത് വർണ്ണിച്ചത്? യഥാ ധർമാദയശ്ച അനുവർണി, ധർമാദയശ്ച എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ അപരധർമ്മം എന്ന് പറയും അല്ലെ. നമുക്ക് അപരധർമ്മവും പരധർമ്മത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്ക്രീൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. അപരധർമ്മം, പരധർമ്മം. ഇത് ധർമ്മം. അപ്പൊ രണ്ടും രണ്ട് ധർമ്മമാണ്. അപരധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ കൂടി അതിപ്പോ വർണ്ണാശ്രമധർമ്മത്തിന്, വർണ്ണത്തിലും ആശ്രമത്തിലും കീഴിൽ ഇരുന്നു കൊണ്ട് ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞ് മോക്ഷത്തിലേക്ക്, ഈശ്വരനിലേക്ക്, കൃഷ്ണനിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുവിലേക്ക് എത്തുവാനുള്ള ഒരു വഴിയാണ് അപരധർമ്മം. ഇത് 4 വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഒടുവിൽ മഹാഭാരതം വരെ അനുവർണിത, വളരെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നാരദൻ വ്യാസനോട് പറയുന്നത്. ആ ഒരു
അപരധർമ്മം അല്ലെങ്കിൽ നമ്മൾ ധർമ്മം എന്ന് ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ പലതും ഉണ്ട്. അവരവരുടെ ജോലിയുണ്ട്, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പങ്കുകൊള്ളുക, ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കുകൊള്ളുക, ഇതൊക്കെ എന്താ പറയുക, ഇതിനെയൊക്കെ അപരധർമ്മം എന്താ പറയുക. അവരവരുടെ വർണ്ണാശ്രമ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ശാസ്ത്രമനുസരിച്ച് ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ധർമ്മം ചെയ്യുക. ധർമ്മം 10 ഇതാണ്: ധൃതി, ക്ഷമ, ധമോസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ, ധീർവിദ്യ, സത്യം, അക്രോധോ, ദശകം ധർമ്മലക്ഷണം. എങ്ങനെയാണ് ഈ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ധൃതി സന്തോഷം, ക്ഷമ ദമം കാരണമുണ്ടായ മനസ്സിന്റെ നിർവികാരത, ആസ്തേയം പരതനാദികൾ അന്യായമായി ഗ്രഹിക്കാതിരിക്കുക, ശൗചം ശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കൽ, തത്വജ്ഞാനം, ആത്മവിദ്യ, ക്രോധഭാവം. ഈ 10 ലക്ഷണങ്ങളാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറയും. ഇപ്പൊ മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യുധിഷ്ഠിര മഹാരാജ ധർമ്മത്തിനെ കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ പിതാമഹൻ ധർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പല ധർമ്മവാദികളുണ്ട് ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്. ഇപ്പോഴും നമ്മൾ പറയും ധർമ്മം ധർമ്മം അല്ലെ, ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ കൂടി ധർമ്മം, അർത്ഥം, കാമം ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് പരധർമ്മം. അപ്പോ ശാസ്ത്രത്തിൽ പറയുന്നു തസ്മാത് ധർമ്മം സഹായാർത്ഥം നിത്യം സഞ്ജുനേച്ഛനൈ ധർമ്മേണ ഹി സഹായേന തമസ്തരതി ദുസ്തരം. പരലോക യാത്രയിൽ തുണക്കാരനായ ധർമ്മത്തിന്റെ സഹായത്താൽ ദുസ്തരമായ തമസ്സിനെ, നരക ദുഃഖത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നതിനാൽ കുറേശ്ശെയായി ധർമ്മം സഞ്ചയിക്കണം. അപ്പൊ ഇതൊരു ധർമ്മ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ ഈ രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നാമുത്രൈ സഹായാർത്ഥം പിതാമാതാച തിഷ്ഠത ന പുത്രാദാരാന ജ്ഞാതി ധർമ്മത്തിഷ്ഠതി കേവല. എന്തെന്നാൽ പരലോകയാത്രയിൽ സഹായത്തിനായി പിതാവോ മാതാവോ പുത്രന്മാരോ ഭാര്യയോ ബന്ധുക്കളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ധർമ്മം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ, വേറെ ആരും ഉണ്ടാവില്ല. ഇല്ലയോ? ജ്ഞാതി ധർമ്മത്തിഷ്ഠതി കേവല, മാത്രം. പുത്രാദികളെക്കാൾ ഉപകാരമായ ധർമ്മം അനുഷ്ഠിക്കണമെന്ന് സാരം. അങ്ങനെ ഒരു വ്യക്തി ഈശ്വരന്റെ അടുത്ത് പോകുന്നതിന് മുൻപേ ധർമ്മം സ്വജീവിതത്തിൽ അനുഷ്ഠിച്ച്, ധർമ്മം തന്നെ പലവിധമുണ്ട്. എന്താ പറയാ, സ്വധർമ്മം, അങ്ങനെയുള്ള പലതരം ധർമ്മങ്ങളുണ്ട്. വർണ്ണാശ്രമ ധർമ്മം, ഇതെല്ലാം ഇതിനകത്ത് കൺക്ലൂഡഡ് ആണ്. ആ ധർമ്മത്തിൽ നിന്നും അർത്ഥമുണ്ടാവും അല്ലെ. നമ്മളിതിനെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. അർത്ഥം, അത് കഴിഞ്ഞ് കാമം അല്ലെ. അതിൽ കാമം, സ്നേഹം, കുടുംബം, ആരോഗ്യം, പ്രശസ്തി, ബിരുദം എല്ലാം ഉണ്ടാവും. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ പൈസക്കാവുന്ന സമയത്ത് എന്താ പറയാ, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വരണു, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒടുവിൽ എന്ത് ചെയ്യാം, എനിക്ക് കഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നു, ഞാൻ തൃപ്തനല്ല, ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തൃപ്തനല്ല, ഇങ്ങനെ ചിന്തിക്കുന്നത് മോക്ഷ സ്റ്റേജാണ്. ഈ മോക്ഷ സ്റ്റേജിൽ ചിന്തിക്കുമ്പോൾ ഇതിനെ അന്വേഷണം എന്ന് പറയും. ഈ അന്വേഷണം കൊണ്ട് എത്തിക്കുന്നത് ഈശ്വരനിലേക്കായിരിക്കും അല്ലെ. അതിനെ സഹായിക്കുന്നതാണ് ഉപനിഷത്തുക്കൾ. അവിടെ നിന്നാണ് ആരംഭം. ഈ അന്വേഷണത്തിന്റെ ആരംഭമാണ് ഉപനിഷത്തുക്കൾ. അങ്ങനെ ഉപനിഷത്തിൽ കയറി ഒടുവിൽ വേദാന്തത്തിലെത്തി. ഒടുവിൽ എന്താവും? അതതോ ബ്രഹ്മജിജ്ഞാസ. അതതോ ബ്രഹ്മജിജ്ഞാസ ആനന്ദമയോ അഭ്യാസാത് അല്ലെ. അഭ്യാസം, ആനന്ദത്തിന് വേണ്ടി അഭ്യാസം, പ്രാക്ടീസ് അല്ലെ. അപ്പോൾ അത് വേദാന്തത്തിലേക്ക് എത്തി ഒടുവിൽ ഈശ്വരനിലേക്ക് എത്തുന്നതാണ് അപരധർമ്മം. അല്ലെങ്കിൽ ഇതിനെ എന്താ പറയാ, പിന്നെ ഒരു പേരും കൂടി പറയും, പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല. പുരുഷാർത്ഥങ്ങൾ എന്നും പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. കാമം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ശരി ഇനി സന്യാസം എടുക്കാം, ഇതിലൊന്നും അർത്ഥമില്ല അല്ലെ എന്ന് മനസ്സിലാക്കി ഉപനിഷത്തുക്കളുടെ സഹായത്തോടുകൂടി ഒടുവിൽ ഈശ്വരനിലേക്ക് അന്വേഷണം ചെയ്തുകൊണ്ട് എത്താൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണ് എന്താണ് അപരാധർമ്മം.
ഇനി നമുക്ക് പരധർമ്മം നോക്കാം. ഇനി ഒരു അപരധർമ്മം, ഇനി പരാധർമ്മം. പരാധർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നും പറയേണ്ട ആവശ്യമില്ല. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിരദോക്ഷജേ. വളഞ്ഞ വഴിയല്ല, ഒറ്റ സ്ട്രെയിറ്റ് വഴിയാണ് അല്ലെ പരധർമ്മം എന്ന് പറയുന്നത്. അത് സംബന്ധം, അഭിധേയം, പ്രയോജനം, ഈ 3 രീതിയിലാണ് പരധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. സംബന്ധം എന്ന് പറഞ്ഞാൽ ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുക. അഭിധേയം എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിനെ വളർത്തുന്നതിന് വേണ്ടി ആക്ഷനിലേക്ക് കൊണ്ടുവരിക. അഭിധേയം, ഭക്തിയുത സേവനം. ഇത് ഭക്തന് പറഞ്ഞിട്ടുള്ളതാണ്. ഭക്തി യോഗം എന്ന് പറയും. ഭഗവാൻ, ഭക്തൻ, ഈശ്വരനുമായിട്ടുള്ള ഇടപഴൽ, ഇടപഴകുവാനുള്ള ആക്ഷൻ അല്ലെ, അതിനു വേണ്ടിയുള്ള വിവിധ പ്രവൃത്തികൾ. അത് 9 പ്രവൃത്തികളുണ്ട്. പ്രഹ്ലാദൻ പറയുന്നു, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത് യദ്ധാ തന്മ അന്യേ അതീതമുത്തമം അല്ലെ. അതിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ആത്മനിവേദനം, ദാസ്യമുണ്ട് അല്ലെ. ദാസ്യം കഴിഞ്ഞ് സഖ്യം, പിന്നെ ആത്മനിവേദനം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട്, ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് സുഖിച്ചുകൊണ്ട്, വൈദിക വിധി അനുസരിച്ചിട്ട് അലൗട്ടഡ് ആയിട്ടുള്ള സുഖം അനുഭവിച്ചുകൊണ്ട് ധർമ്മം, അർത്ഥം, കാമം. അതിലെന്തൊക്കെ ഉണ്ടാവും? വൈദിക വിധിയിൽ ആഹാരം, നിദ്ര, ഉറക്കം, ഇണചേരൽ അല്ലെ, ഇതെല്ലാം ഉണ്ടായി പതുക്കെ 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 ഉപനിഷത്തിലെത്തി. അപ്പോഴത്തേക്ക് ഒരു 50 വയസ്സാവട്ടോ. ഇതാണ് വേദങ്ങളിലും മറ്റ് സാഹിത്യങ്ങളിലും എന്തിനേറെ പറയുന്നു, മഹാഭാരതത്തിൽ. അപ്പൊ നാരദൻ പറയാണ്, ഇതാണ് അനുവർണിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് നീ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണു. എന്നാൽ ഏതിലെങ്കിലും ഒന്നിൽ അതില്ല. വിഷ്ണു പുരാണത്തിൽ പറയണു വർണ്ണാശ്രമ ആചാരവത പുംസാൻ. ഇനി അതെല്ലാം കഴിഞ്ഞ മഹാഭാരതം മനോജ്ഞ ഗംഭീരമായിട്ട് എഴുതിയിട്ടും അതിലും ധർമ്മം തന്നെ അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ധർമ്മം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷെ വാസുദേവയ്ക്ക് മഹിമ, വാസുദേവനെ അനുവർണിച്ച് പറഞ്ഞില്ല, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല. അവിടെ എവിടെയായിട്ടുണ്ട്, പക്ഷെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. പ്രയോജനം, കൃഷ്ണപ്രേമം, അത് വന്നിട്ട് ഈ ഒരു പരധർമ്മത്തിലാണ് അല്ലെ. സംബന്ധ, അഭിധേയ, പ്രയോജന. നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു പ്രേമം ഡെവലപ്പ് ആവും. അതാണ് പ്രയോജനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ വ്യത്യാസം എന്തെന്ന്. ട്രെയിൻ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. 2 ട്രെയിൻ വരുന്നു നിങ്ങൾക്ക് കാണാം ഇതില്. ഒന്ന് പുകയോടുകൂടി ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഇനി ഒന്ന് പുകയില്ലാതൊരു ട്രെയിൻ വരുന്നുണ്ട്. ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതാണ് ഈ പുക വഴിയുള്ള ട്രെയിൻ. പുകയോടുകൂടിയുള്ള ട്രെയിൻ വരുന്നത് പുകഞ്ഞിരിക്കും അല്ലെ. അത് എത്താനും പ്രശ്നം എന്നാ പറയണത്. പക്ഷെ ഇനിയൊരു ട്രെയിൻ വരുന്നുണ്ട്, അത് വന്നിട്ട് പുകയൊന്നുമില്ല, അത് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൽ ഒന്ന് അപരധർമ്മം, ഇനി ഒന്ന് പരധർമ്മം. ഇത് രണ്ടും ചെയ്താൽ ഒടുവിൽ ഒരു സ്റ്റേഷനിൽ തന്നെ വന്നെത്തും. അതാണ് ഡിഫറെന്റ് ഡയറക്ഷൻസ് ആണ്, പക്ഷെ സെയിം ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ അപരധർമ്മം ചെയ്താലും അതേ സ്റ്റേഷനിലെത്തും, പരധർമ്മം ചെയ്താലും സെയിം സ്റ്റേഷനിലെത്തും. പക്ഷേ അപരധർമ്മത്തിന് ഒരു അപകടമുണ്ട് അല്ലെ. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അതിനെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായം 53-ാം ശ്ലോകത്തിൽ പറയുന്നു, ശ്രുതി വിപ്രതി പന്നാദേ യഥാ പന്നാദോ യഥാ ശ്രുതി നിശ്ചല സവാദവചല തഥാ യോഗമവാപ്സ്യസി എന്ന് പറഞ്ഞാൽ, നീ ശ്രുതിയിലെ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ നിന്റെ ബുദ്ധി നിമഗ്നനാവാതെ ആത്മസാക്ഷാത്കാരത്തിന് എപ്പോ ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ സ്ഥിരബോധം കൈവരിച്ചു അർജുന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കൃഷ്ണൻ ഈ ഒരു ശ്രുതിവചനം, ഫ്ലവറി ലാംഗ്വേജ് അല്ലെ, അട്രാക്റ്റഡ് ആണ്. ആ ധർമ്മം കഴിഞ്ഞ് അർത്ഥം, അർത്ഥം കഴിഞ്ഞ് കാമം അല്ലെ, അത് കഴിഞ്ഞതിന് ശേഷം മോക്ഷത്തിലേക്ക് വരാം എന്നാ പറയുന്നത്. അപ്പൊ അതേമാതിരിയാണ് ഈ ധർമ്മം, അർത്ഥം, കാമം സ്വന്തം ഇന്ദ്രിയത്തിനാവുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നത് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവൻ ബന്ധനത്തിലാകും എന്നാ പറയുന്നത്. അപ്പൊ ഈശ്വരനെ സ്നേഹിക്കുന്നതിന് പകരം ഈ കാമത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കും അല്ലെ. ധർമ്മ, അർത്ഥ, കാമ അതിൽ തന്നെ ഒതുങ്ങിയിരിക്കും. അപ്പോ അതിനെ പറയുന്ന പേരാണ് കൈതവ ധർമ്മം എന്ന് പറയും. കൈതവ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊരു പറ്റിക്കപ്പെട്ട ധർമ്മമാണ്.
അല്ലെ? അപ്പൊ ഖുറാനില് അതൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഖുറാനിലൊരു പരിപൂർണമായിട്ടും അത് ആസിറ്റീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതല്ല, അതൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്, താല്പര്യജനകമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അല്ലെ? ആരെങ്കിലും കൊല്ല ഏതെങ്കിലും മതം പറയും? ഒരിക്കലും ഇല്ല. അപ്പൊ ഇവിടെ എന്താ പറയാ, സനാതന ധർമ്മത്തിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെ? ഇത് എങ്ങനെയാ പോവേണ്ടത്? അപരധർമ്മത്തിൽ നിന്ന് ഒടുവിൽ പരധർമ്മത്തിലേക്ക് എത്തണം. എന്നാൽ അപരധർമ്മം യാത്ര ചെയ്ത് കാമത്തിലെത്തുന്ന സമയത്ത് കാമവുമായിട്ട് ഹൈലി കണക്റ്റഡ് ആവും. പിന്നെ മേലോട്ട് പോകാൻ പറ്റില്ല, ബന്ധനം ഉണ്ടാവും. കാമം കൊണ്ടും കുടുംബം കൊണ്ടും ബിരുദം കൊണ്ടും ആരോഗ്യം കൊണ്ടും തന്റെ കാശ് കൊണ്ടും ഒക്കെ ഒരിക്കലും ഒരുത്തന് സന്യാസം എടുക്കാൻ തോന്നില്ല, അല്ലെ? വൈരാഗ്യ ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ധർമ്മത്തിനെ കൈതവ ധർമ്മം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അധർമ്മം എന്ന് തന്നെ പറയാം, അല്ലെ? ഒരാളെ വച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക, വേദത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ ഇന്ദ്രിയങ്ങളെ സ്വയം തൃപ്തിപ്പെടുത്തുകയാണ്. അത് തെറ്റാണ്. കാരണം അത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല. നമ്മളാ ഇത് പറഞ്ഞ മാതിരി, എന്താ പറയാ, ഈ ട്രെയിൻ പറഞ്ഞ മാതിരി ട്രെയിൻ വരുന്നുണ്ട്, പക്ഷെ പുകഞ്ഞ് കറുത്ത പുകയോടുകൂടിയാണ് വരുന്നത്, അല്ലെ? ഇതാണ് അപരധർമ്മം. എന്നാൽ പരധർമ്മം അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ട്, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് തന്നെ ഭഗവാനിലേക്ക് 9 വിധമായ പ്രക്രിയകൾ വഴി കയറാം, അല്ലെ? ഇതാണ് പരധർമ്മം. ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് നാരദ ഋഷി പറയുന്നു, നീ അപരധർമ്മം എല്ലാം എഴുതിയെങ്കിലും എല്ലാ ശാസ്ത്രങ്ങളിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, അല്ലെ? അതിന് വിട്ടേരാ. അതുകൊണ്ടാണ് ഭാഗവതം ശ്രേഷ്ഠമാവാൻ കാരണം, അല്ലെ? പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ പഠിച്ചു, പ്രഥമ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം. ധർമ്മപ്രോചിത കൈതവ, ഈ കൈതവ ധർമ്മത്തിനെ അപ്പടെ പടിയടച്ച് പിണ്ടം വെച്ച് എടുത്ത്, എന്താ പറയാ, ദൂരെ എടുത്ത് കളഞ്ഞു വ്യാസദേവൻ. എന്നിട്ടോ ഈ ഒരു കൈവല്യ ധർമ്മം അല്ലെങ്കിൽ അപരധർമ്മത്തിനെ കുറിച്ച് പൂർണ്ണമായും പ്രതിപാദിക്കുന്ന ശാസ്ത്രം. അപ്പൊ അപരധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം, പരധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഈ ഭാഗവതത്തിലുടനീളം ശ്രവിക്കുന്നതും കീർത്തിക്കുന്നതും സ്മരിക്കുന്നതുമായിട്ടുള്ള പല ഭക്തന്മാരെ നമുക്ക് പലരെയും കാണാൻ പറ്റും, ഈ 9 വിധമായ പ്രക്രിയ ചെയ്യുന്നവരെ. അപ്പൊ ഭാഗവതം അതുകൊണ്ട് പരിലാളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഭാഗവതാനാം ചരിതമിതം ഭാഗവതം. ഈ ഭഗവത് ഭക്തന്മാരുടെ ചരിതമാണ്. എങ്ങനെയുള്ള ചരിതം? ഈ പരധർമ്മം ചെയ്യുന്ന. എങ്ങനെയാണ്? സമൈപുംസാം പരോധർമ്മ യഥോ ഭക്തിരഥോക്ഷരി അപ്രതിഷ്ഠ അഹൈതുകി. ഒരു കാരണവും ഇല്ലാതെ, ഇടതടവില്ലാതെ ഭഗവാനെ ഈ 9 വിധമായ പ്രക്രിയയിൽ കൂടി സേവിച്ച് സ്നേഹിക്കുന്ന ഒരു ശാസ്ത്രമാണ്, മഹത് ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ വ്യാസദേവനെ ഉപദേശിക്കുകയാണ്, നീ അപരധർമ്മം എഴുതി പരധർമ്മത്തിലേക്ക് വന്നില്ല. പരധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? വാസുദേവനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയണം. ഇപ്പൊ വാസുദേവനെ കുറിച്ച് എലാബറേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്നാ പറയുന്നത്. ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. വിഷ്ണുവിനെ കുറിച്ചായാലും അത് പരധർമ്മം തന്നെയാണ് കേട്ടോ, അതിൽ ഒരു തെറ്റുമില്ല. കൃഷ്ണനെ കുറിച്ചോ വിഷ്ണുവിനെ കുറിച്ചോ അവതാരം, കൃഷ്ണന്റെ വിഷ്ണുവിന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ പരധർമ്മമാണ്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് നാരായണനെ കുറിച്ചും വിഷ്ണുവിനെ കുറിച്ചും ഒക്കെ വിഷ്ണു പുരാണം പത്മപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പരമപുരുഷൻ ഏത് നാരായണനാണോ ഏത് വിഷ്ണു ആണോ ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത്, ഏത് രാമനോ നാരായണനോ വിഷ്ണുവോ എവിടെ നിന്നാണോ വന്നത്, ഏത് സ്രോതസ്സിൽ നിന്നാണ് വന്നത്, ആ സ്രോതസ്സായ ആ വ്യക്തിയെ ആരാണ്? വാസുദേവസ്യ. വാസുദേവനെ കുറിച്ചുള്ള മഹിമ ഇവിടെ നീ എഴുതിയിട്ടില്ല, അത് എലാബറേറ്റ് ചെയ്തിട്ടില്ല. അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ് എന്നിവിടെ വ്യാസദേവനോട് നാരദ ഋഷി കറക്റ്റ് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നത്തെ ശ്ലോകം. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വസുദേവ തനൂജായ വാസുദേവായ മംഗളം. കിരീടകുണ്ടലഭ്രാജതലകൈരന്മുഖശ്രിയേ ശ്രീവത്സകൗസ്തുഭോദ്ഭാസി വക്ഷസേ ച അസ്തു മംഗളം. നീലാംബുദിനികാശായാം
വിദ്യുത് സദൃശവാശസേ ദേവകീ വസുദേവാഭ്യാം സംസ്തുതായാസ്തു മംഗളം താഭ്യാം സംപ്രാർത്ഥിതായാദാത് പ്രാകൃതാത്ഭകരൂപിണേ യശോദായാ ഗൃഹം പിത്രാം പ്രാപിതായാസ്തു മംഗളം പൂതനാസു പയപ്പാന വേഷലായാസുരാരിണേ ഷകടാസുര വിധ്വംസി പാദപത്മായ മംഗളം യശോദാലോകിതേ സ്വാസ്യേ വിശ്വരൂപ പ്രദർശിനേ മായാമാനുഷരൂപായ മാധവായാസ്തു മംഗളം. നാളെ കാണാം. ഹരേ കൃഷ്ണ.